ശ്രീ എം ബിജിൻ, ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് സർ, എൻ്റെ മണ്ഡലത്തിലെ ഭൂരിഭാഗം പഞ്ചായത്തുകളും തീരദേശ പഞ്ചായത്തുകളാണ്. വേനൽക്കാലമായതിനാൽ ഉപ്പുവെള്ളം കയറി കിണറുകളിലെ കുടിവെള്ളം അത് ഉപയോഗിക്കാൻ പറ്റാത്ത നിലയിലേക്ക് മാറിയിരിക്കുകയാണ്. വലിയ നിലയിൽ കൃഷി ചെയ്യാൻ പറ്റാത്ത 25 ഏക്കറിലധികം കൃഷി ഭൂമി തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉപ്പുവെള്ളം കയറി നിലവിലുണ്ട്. കർഷകരുടെ നെല്ല്, ഉഴുന്ന്, പയർ കൃഷി പൂർണ്ണമായും നശിച്ചു സർ. ആരോഗ്യ പ്രശ്നങ്ങളും ഇതിൻ്റെ ഭാഗമായി രൂക്ഷമാണ്. മണ്ഡലത്തിലെ കണ്ണപുരം, ചെറുകുന്ന്, മാടായി, ഏഴോം, പട്ടുവം പഞ്ചായത്തുകളിൽ അതിരൂക്ഷമായ സാഹചര്യമാണ്. മറ്റ് പഞ്ചായത്തുകൾ ഈ പ്രശ്നം നിലനിൽക്കുകയാണ്. നേരത്തെ തന്നെ മുട്ടിൽക്കാപ്പ് RCBയുടെയും പാപ്പുകൽ തോടിന് കുറുകെ മുണ്ടപ്പുറത്ത് RCBയുടെയും എസ്റ്റിമേറ്റ് തയ്യാറായി ഗവൺമെൻറ്റിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് സർ. അതോടൊപ്പം തന്നെ നട്ടിക്കടവ് RCBയുടെ 8 കോടി ബജറ്റിൽ പാസ്സായി. നടപടിക്രമങ്ങൾ അത് ആരംഭിക്കേണ്ടതുണ്ട് സർ. അതോടൊപ്പം ഇരിണാവ് RCB നേരത്തെ ഉപയോഗശൂന്യമായതാണ്. അപ്പോൾ ഉപയോഗശൂന്യമായ ഷട്ടർ മാറ്റി പുതിയത് ഷട്ടർ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അതും ഈ ഉപ്പുവെള്ള പ്രതിരോധത്തിന് വലിയ സഹായമാകും സർ. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് മാറ്റങ്ങൾ വരുത്താനും എസ്റ്റിമേറ്റ് തയ്യാറാക്കിയ പദ്ധതികൾക്ക് തുക അനുവദിക്കാനും പുഴയോരങ്ങൾ മണൽത്തിട്ട കെട്ടിയും സംരക്ഷണ ഭിത്തി സ്ഥാപിച്ചുകൊണ്ടും അതിനാവശ്യമായ ഫണ്ട് അനുവദിച്ച് ഈ രൂക്ഷമായ പ്രശ്നം, ഉപ്പുവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നടപടി സ്വീകരിക്കണമെന്നാണ് ഈ സബ്മിഷനിലൂടെ ആവശ്യപ്പെടുന്നത്. ഇത് വിശദമായിട്ടുള്ള മറുപടിയാണ് ടേബിൾ ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ടൊരു കാര്യം, ഉപ്പുവെള്ളം കയറുന്നപ്പോൾ ഉണ്ടാകുന്ന വിഷയമാണ് ഇവിടെ പറഞ്ഞത്. കൃഷി ഇടങ്ങൾ നഷ്ടപ്പെടുന്നു, ആരോഗ്യ പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നു. നിലവിലുള്ള RCBകളുടെ നിർമ്മാണ പ്രവർത്തനത്തിനും അതോടൊപ്പം റിപ്പയർ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളും കൂടെ ബന്ധപ്പെടുത്തിക്കൊണ്ടിട്ടുള്ളൊരു സമഗ്രമായ പദ്ധതിയാണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ കയ്യിലുള്ളത്. അത് വളരെ പെട്ടെന്ന് തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധ്യമാകുന്ന തലത്തിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനും ഈ വിഷയം പരിഹരിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കുന്നതാണ്.